പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ സമരം ശക്തമാക്കുകയാണ് കേരളം. ഇപ്പോൾ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ UDF MP-മാരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുകയാണ്. KPCC പ്രസിഡന്റും മന്ത്രിയുമായിട്ടുള്ള സണ്ണി ജോസഫ്, അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ UDF MP-മാരും ഈ സമരത്തിന് എത്തിയിരിക്കുകയാണ്. ഒരു കാരണവശാലും പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് UDF MP-മാർ പറയുന്നത്. ഇപ്പോൾ KPCC അധ്യക്ഷനും അതുപോലെ തന്നെ മന്ത്രിയുമായിട്ടുള്ള സണ്ണി ജോസഫ് റിപ്പോർട്ടറൊപ്പം ചേരുകയാണ്. ഈ റെയിൽവേ ഡിവിഷൻ വിഭജനം അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതെ, അത് കേരളത്തിലെ ജനത്തിൻ്റെ വികാരമാണ്, ജനങ്ങളുടെ ന്യായയുക്തമായ ആവശ്യം. ഈ അന്യായത്തിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന്റെ തുടക്കമാണ്. ഒരു രീതിയിലുള്ള ചർച്ചയും നടത്താതെയുള്ള തീരുമാനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത്. തീർച്ചയായും ഏകപക്ഷീയ അന്യായം, യാതൊരു ന്യായീകരണമില്ല. സമരവുമായി തന്നെ കോൺഗ്രസും UDF-ഉം മുന്നോട്ട് പോവുകയാണ്. UDF സമരമായിട്ട് ശ്രീ രാജ്മോഹൻ മുഹമ്മദ് ബഷീർ, അതുപോലെ തന്നെ MP-മാരായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ, മന്ത്രി K തുളസി, അതുപോലെ തന്നെ MP-മാരായിട്ടുള്ള ബെന്നി ബെഹനാൻ, MK രാഘവൻ, ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ എല്ലാം ഇവിടെ പ്രതിഷേധമായി എത്തിയിരിക്കുകയാണ്. ഒരു രീതിയിൽ MP-മാരായിട്ടൊന്നും ഒരു കൂടിയാലോചന നടത്താതെയുള്ള ഒരു തീരുമാനമായിരുന്നു. ഏകപക്ഷീയമായ തീരുമാനം സ്ഥിരമായി കേരളത്തിൽ അവഗണിക്കുന്നു. ഈ അവഗണനയ്ക്കെതിരെ ശക്തമായി ഞങ്ങൾ പോരാട്ടം തീരുമാനിച്ചു. അതുകൊണ്ടാണ് കേരളത്തിന്റെ ഈ ഓണനാളിൽ പോലും ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചത്. ഈ പ്രതിഷേധം ഇവിടെ മാത്രമല്ല, ഇതിന്റെ അലയടികൾ ഡൽഹിയിലും ഏറ്റെടുത്ത് നടപ്പാക്കാൻ MP-മാർ തയ്യാറാണ്. ഒരുപാട് ട്രെയിനുകൾ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടാവും. ഈ ഒരു റെയിൽവേയുടെ തീരുമാനം കൊണ്ട് ഒരുപാട് ട്രെയിൻ സർവീസുകൾ കൂടി നമുക്കില്ലാതെ പോകും. നമുക്ക് ഇപ്പോൾ തന്നെ മലബാറിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, റിസർവേഷൻ കോട്ട പോലും നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. തീർത്തും ഈ പാലക്കാട് ഡിവിഷനെ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രതിഷേധം തുടരുകയാണ് എന്നുള്ളതാണ് UDF അറിയിച്ചിട്ടുള്ളത്. പാലക്കാട് റെയിൽവേ ഡിവിഷന് മുന്നിൽ ആ സമരം തുടരുകയും ചെയ്യുകയാണ്. രാവിലെ 9 മണിക്ക് ആരംഭിച്ചിട്ടുള്ള സത്യാഗ്രഹ സമരമാണ്. ആ സത്യാഗ്രഹ സമരം വൈകിട്ട് 6 മണി വരെ തുടരും എന്നുള്ളതാണ് ഇപ്പോൾ UDF MP-മാർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പാലക്കാട് MLA രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിക്കൊണ്ട് പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. വിനോദ് CM റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.